എല്ലാ കല്യാണത്തിനും കാട്ടലുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം 9 മണി. രാവിലെ തന്നെ നീച്ച് കുളിച്ച് മാറ്റി ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ 9 മണിക്ക് 9 to 10 താലികെട്ട്. അപ്പം ഞങ്ങൾ താലികെട്ട് കാണണം എന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. പിന്നെ കാക്കാക്ക് വേറെ സ്ഥലം വരെ പോവാണ്ടേ, ഞാനാണെങ്കിൽ വലിച്ച് കൊടുന്നാണ് മൂപ്പരെ. അങ്ങനെ ഞങ്ങൾ ഒരു കുറുക്ക് വഴി കൂടെയാണ് പോകുന്നത്. രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ രാവിലെ യാത്ര ചെയ്യാൻ നല്ല രസേനി. നല്ലൊരു കുളിരും എന്താ പറയുക, നല്ലൊരു വൈബേന് കേട്ടോ. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഷോർട്ട് കട്ട് റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ട്, അപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ടിൽ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കല്യാണ ഓഡിറ്റോറിയത്തിലെത്തി. മുന്നാസ് ഓഡിറ്റോറിയം കേട്ടോ, നമ്മളെ കടുങ്ങപ്പുരമുള്ള മുന്നാസ് ഓഡിറ്റോറിയത്തിലെത്തി. ഞാൻ ഒരു വട്ടം കല്യാണത്തിന് വന്നിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചെക്കൻ്റെ വരവേൽപ്പും കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് നേരം അവിടെ വന്നിരുന്നപ്പോൾ പെണ്ണ് വന്ന് പിന്നെ അങ്ങനെ വലം വെച്ചു. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അല്ല കല്യാണം ഭയങ്കര രസമാണ്. അങ്ങനെ പിന്നെ താലി കെട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുരവിലൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബാക്കിലതിന് 2XL വീഡിയോ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ ക്ലാരിറ്റിയിൽ കിട്ടിയത്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു ഗൈസ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് ആരെ കല്യാണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഇളച്ചീൻ്റെ കല്യാണമാണ്. ഓരോ വൈഫും ഇങ്ങോട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നമ്മളങ്ങനെ കല്യാണം വിളിച്ചപ്പോൾ വന്നതാണ്. അങ്ങനെ നമ്മളെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂലായിരുന്നു. അങ്ങനെ അസിമോൾ പറഞ്ഞു വിശക്കണേ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചാതെ പോകുന്നതാണ്. വേറെ കാര്യം ഞങ്ങൾ പിന്നെ ഒരു 10 മണിയായപ്പോഴത്തേന് ഞങ്ങൾ ചോറ് തിന്നണം. ആദ്യമായിട്ടാണ് രാവിലെ തന്നെ ചോറ് തിന്നണത്. സദ്യ അടിപൊളി സദ്യയാണ് കേട്ടോ. സാമ്പാറും പിന്നെ അവിയൽ എന്തൊക്കെ തോരനും പിന്നെ എന്തൊക്കെ പുളിയഞ്ചി, അച്ചാർ, പപ്പടം, പിന്നെ അടപ്പായസം കുടിക്കട്ടെ. അസിമോൾ അടപ്പായസം ഒരു രക്ഷയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ വണ്ടിമ്മലൊക്കെ കയറി നമ്മൾ സദ്യൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം നമുക്ക് രാവിലെ തന്നെ ഫുഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നാമത് ചായ കുടിക്കാതെ പോയതാണ്, കുറേ തിന്നണം എന്ന് വിചാരിച്ച് പോയതേനു. പക്ഷേ കുറേ തിന്നാൻ പറ്റിയില്ല കേസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ വന്ന വൈക്കോട്ട് തന്നെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഒരു അങ്ങാടിയും തൊട്ടിട്ടില്ല, ഫുള്ള് ഷോർട്ട് കട്ട് റോഡ് കഴിഞ്ഞിട്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. അത് നിങ്ങളൊന്ന് കണ്ടോക്കിട്ടോ. അവിടുത്തെ എന്തെങ്കിലും ചിപ്സും ശർക്കരപ്പേരിയൊക്കെ പൊക്കി കൊടുന്നോളൂ. കിട്ടിയത് തന്നെ. അപ്പൊ എനിക്ക് കിട്ടിയ എല്ലാ കല്യാണത്തിനും കാട്ടലുണ്ടോ? അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് സെറ്റായപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. നമ്മളെ പഴയ വേഷത്തേക്ക് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടല്. അങ്ങനെ ഞാനിതാ ബ്രേസ്ലെറ്റൊക്കെ ഇട്ടുകൊണ്ടു. ഞാനിങ്ങനെ ഫങ്ഷൻസിന് പോകുമ്പോഴാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടലുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണത്. ഇന്നത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനി വ്ളോഗ് ആയിരുന്നു കേട്ടോ. വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ വ്ളോഗ് എടുക്കണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് വീഡിയോ ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇതെങ്ങനെ 5 മിനിറ്റ് ഒന്നുമില്ല, 4 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കിട്ടാ.